ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളുടെ ഒരു മോള് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എൻ്റെ മോളും മിത്തുമോളും കൂടെ ഡാർക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു. അവരുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കണം, ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കണം, നല്ല ഡാർക്ക് കളറിലുള്ള ചോക്ലേറ്റ് കേക്ക് വേണം എന്നാണ് അവരുടെ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇവരെ കൂട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ. അവർക്കും ഇത് കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞ പോലത്തെ ചോക്ലേറ്റ് കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. മിക്സിയിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു 1/4 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് മിക്സ് ആക്കിയിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം നമുക്കിത് ബീറ്റ് ചെയ്താൽ മതി. പതഞ്ഞൊന്നും വരികയില്ല, 2 മുട്ട മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. കൊക്കോ പൗഡർ ഡാർക്ക് കളർ കൊക്കോ പൗഡർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ലൂസി ബാറ്റർ അല്ലേ, അതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു വിസ്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ എല്ലാം ഈ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ്. ഇതുപോലെ നല്ലൊരു ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ്. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇതാ കണ്ടില്ലേ, സൂപ്പർ കേക്ക്. ഇതിൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ ഞാൻ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റി. ഞാനിതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു പാനിനകത്തൊന്ന് മാറ്റിയതാണ്. ഇത് ഞാൻ നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഗനാഷൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഞാൻ തിരിച്ച് അതേ കേക്ക് പാനിലോട്ട് വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി, ഒരു അടിപൊളി റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. 2-3 മണിക്കൂറായപ്പോഴത്തേനും ഒന്ന് സെറ്റായി കിട്ടി. അതാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ലവേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് റെഡി ആയിരിക്കുന്നത്. ഇത് ബർത്ത്ഡേക്ക് ഒന്നും അല്ല, നമ്മൾ വീട്ടിൽ ചുമ്മാതെ കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ ചെയ്തതാണ്. സൂപ്പർ. 2-3 അവേഴ്സ് സെറ്റ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും ഇവർക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി. എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിങ്ങിലൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് 2-3 അവേഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ക്ഷമയില്ലാതെ അവരെടുത്ത് മുറിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം പിറ്റേ ദിവസം, ഒരു ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഈ കേക്കിനുള്ളിലിട്ട് പിടിച്ച് അത് മൊത്തത്തിൽ കവറായി നല്ല സെറ്റായി കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പം നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.